ഗവർണർക്ക് വീണ്ടും SFIയുടെ കരിങ്കൊടി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമായിരുന്നു കരിങ്കൊടി പ്രതിഷേധം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായുണ്ട്. സ്റ്റെഫിൻ, കരിങ്കൊടി പ്രതിഷേധം നടന്നത് എപ്പോഴാണ്? മറ്റെന്തെങ്കിലും അക്രമമോ അനിഷ്ട സംഭവങ്ങളോ ഒക്കെ ഉണ്ടായോ ഈ പ്രതിഷേധത്തിന് പിന്നാലെ? വൈകിട്ടോടുകൂടിയാണ് ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഗവർണർ മുംബൈയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് വൈകിട്ട് 6:45 എത്തി. തുടർന്ന് രാജ്ഭവനിലേക്ക് പോകുന്ന വഴിക്കാണ് SFI പ്രവർത്തകർ ജനറൽ ആശുപത്രിക്കും അതോടൊപ്പം തന്നെ കണ്ണാശുപത്രിയുടെയും ഇടയിലുള്ള ഭാഗത്ത് SFI പ്രവർത്തകർ നിന്നിരുന്നു. അവിടെ വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഏതാണ്ട് 10-ലേറെ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരുന്നു. പര്യാപ്തമായ പോലീസുകാർ അവിടെ ആ സമയത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 പേരെ പോലീസ് നേരത്തെ തന്നെ ഇത്തരത്തിൽ സംശയത്തെ തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഗവർണറിന്റെ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ വലിയ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഗവർണർക്ക് ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഗവർണർ ഈ മുംബൈയിലേക്കും അതോടൊപ്പം തന്നെ ഡൽഹിയിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഈ പ്രതിഷേധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗവർണർ പറഞ്ഞത് അത് SFI കാണിക്കുന്നത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ന്യൂ ഇയറിന്റെ ഭാഗമായി ഗവർണറുടെ കോലം കത്തിച്ചിരുന്നു. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോഴും ഗവർണർ പറഞ്ഞത് അവർ കൊലപാതകങ്ങൾ നടത്തിയവരാണ്. അതുകൊണ്ട് തന്നെ തന്റെ കോലം മാത്രമല്ലേ കത്തിച്ചുള്ളൂ, കണ്ണൂരിൽ ജീവനോടെ പലരെയും കത്തിച്ചില്ലേ എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള രൂക്ഷമായ പരാമർശമാണ് യഥാർത്ഥത്തിൽ SFIക്കെതിരെ ഗവർണർ ഇന്ന് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഉന്നയിച്ചത്. അതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഈ SFIയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധവും ഉണ്ടായത്.